നിങ്ങളെ പ്രണയിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ഉറപ്പിച്ചിട്ട അല്ലെങ്കിൽ നിക്കാഹ് ചെയ്ത വ്യക്തി ഇനി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി 1 മാസത്തിനോ 2 മാസത്തിനോ ശേഷം അവൻ താനി തറയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ അവിടെ സങ്കടത്തോടു കൂടി നിങ്ങളുടെ വിലപ്പെട്ട ജീവനല്ല നശിപ്പിക്കേണ്ടത്, നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിച്ച ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടു. ഇനിയും ഒരുപാട് കുട്ടികൾ വിവാഹത്തിലേക്ക് പോകുന്നവരും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചവരും വിവാഹം ഉറപ്പിച്ചിട്ടുവരുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, സഹോദരിമാരെന്നല്ല ഏതൊരാളോടും, പ്രത്യേകിച്ച് സഹോദരിമാരോട് പറയാനുള്ളത്, ഇപ്പം കഴിഞ്ഞ ദിവസം ഷഹാന എന്ന് പറയുന്ന പൊന്നുമോള് നമ്മളോട് വിട പറഞ്ഞു. സ്വന്തം ജീവൻ ഒടുക്കിയിട്ടാണ് അവരുടെ സ്വന്തം ജന്മം നൽകിയ മാതാപിതാക്കളെ ഒരു നിമിഷം ഓർത്തിരുന്നെങ്കിൽ ആ ഷഹാന ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇതിൻ്റെ മുന്നേ ഇതുപോലെ പല രീതിയിൽ ഉന്നതമായ ബിരുദത്തിന് അല്ലെങ്കിൽ ഉന്നതമായ നിലവാരമുള്ള വിദ്യാഭ്യാസ മേഖലയിലൂടെ സഞ്ചരിച്ച പലവരും ഇതുപോലെ ജീവനൊടുക്കിയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാൾ പ്രണയിച്ചു അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തു, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പല രീതിയിൽ നിങ്ങളുടെ ശരീരത്തിനെ ആക്ഷേപിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നൽകിയ ആ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട ജീവൻ നിങ്ങൾ കളയുമ്പോൾ ഒരുപാട് കാലം 10, 22, 24 വർഷം നിങ്ങളെ നോക്കി വളർത്തിയ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സും ആ മുഖവും നിങ്ങൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ പറയുന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം. നിങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൈപിടിച്ച ഒരുത്തൻ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിറത്തിൻ്റെ പേരിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, സൗന്ദര്യത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തി നിങ്ങളെ വഷളാക്കിയിട്ട് നിങ്ങൾക്ക് മാനസികമായ അസ്വസ്ഥത വരുമ്പോഴാണ് നിങ്ങൾ മരണത്തെ തിരഞ്ഞെടുക്കുന്നത്, ജീവനൊടുക്കുന്നത്. ശരിയാണ്. പക്ഷേ നിങ്ങൾ ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തി നിങ്ങളെ ഒരു രീതിയിലും സ്നേഹിക്കാൻ തയ്യാറല്ലാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ജീവൻ നിങ്ങൾ കളയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്കൊരു ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് പേരുണ്ട്. ആ ആയിരക്കണക്കിന് പേരുടെ സ്നേഹം കാണാതെ നിങ്ങളെ ദ്രോഹിച്ച, ഉപദ്രവിച്ച, നിങ്ങൾക്ക് യാതൊരു വിലയും നൽകാത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ജീവൻ നിങ്ങൾ നശിപ്പിക്കുമ്പോൾ നിങ്ങളെടുത്ത തീരുമാനം ഒരു രീതിയിലും ഗുണം പിടിക്കുന്നതല്ല, ഒരു രീതിയിലും പോസിറ്റീവായ കാര്യമല്ല. അപ്പം അതുകൊണ്ട് മരണം ഒന്നിനും പരിഹാരമല്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും. ആ പ്രതിസന്ധികൾ എന്നുള്ളത് പലരും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ ആ കുട്ടിയുടെ ഒരു സംഭവം വെച്ചിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ പ്രണയിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ഉറപ്പിച്ചിട്ട അല്ലെങ്കിൽ നിക്കാഹ് ചെയ്ത വ്യക്തി ഇനി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി 1 മാസത്തിനോ 2 മാസത്തിനോ ശേഷം അവൻ താനി തറയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ അവിടെ സങ്കടത്തോടു കൂടി നിങ്ങളുടെ വിലപ്പെട്ട ജീവനല്ല നശിപ്പിക്കേണ്ടത്, നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതിനുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കണം, മനക്കരുത്ത് നിങ്ങൾ കാണിക്കണം. അവിടെയാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മളെ ദ്രോഹിച്ച അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ, നമുക്ക് നാണക്കേടുണ്ടാക്കിയ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രേ വിലപ്പെട്ട ജീവൻ നമ്മൾ നശിപ്പിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മയെ എന്താ കാണാതെ പോകുന്നത്? മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം കൊണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് പല നെഗറ്റീവായ ചിന്തകളാണ് ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പലപ്പോഴും വിവാഹം ഉറപ്പിച്ചിട്ടതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നിങ്ങളതിൽ പിടിച്ചു തൂങ്ങേണ്ട. ഉറപ്പിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ ഭാരവുമാണ് അവരാകുന്നത് എങ്കിൽ പിടിച്ചു തൂങ്ങി നിങ്ങൾ ടോക്സിക് ആയിട്ട് നിങ്ങൾ വിവാഹത്തിലേക്ക് കടന്നാൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് കടന്ന് അവൻ്റെ കയ്യിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു തരി മനസ്സമാധാനം നിങ്ങൾക്ക് കിട്ടൂല. അങ്ങനെ മനസ്സമാധാനമില്ലാതെ ജീവിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ പോകുന്നുവെങ്കിൽ എന്ത് ദാമ്പത്യം? ശരിയായിട്ടുള്ള ദാമ്പത്യം എന്ന് പറയുന്നത് മനസ്സമാധാനം നൽകുന്നുള്ളതാണ്. പരിശുദ്ധമായ ഖുർആനും പറയുന്നത് അത് തന്നെയാണ്. പരസ്പരം മനസ്സമാധാനം കിട്ടാൻ, ശാന്തി കിട്ടാൻ, സന്തോഷം കിട്ടാൻ ജീവിത പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അതല്ലേ. അപ്പം തുടക്കത്തിലേ കല്ല് കടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഷെറ് നമ്മുടെ മുന്നിൽ വന്ന് കാണുമ്പോൾ അത് ഹൈറിലേക്കുള്ളതാണ്. പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹൈറ് വരുന്നുവെങ്കിൽ അതിന് മുന്നിൽ ചെറിയ പരീക്ഷണം വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട, നിങ്ങൾ മാന്യമായിട്ട് അതിനെ ഉൾക്കൊള്ളുക, ധൈര്യമായിട്ട് ഈമാനോട് കൂടിയിട്ട് അതിനെ നേരിടുക. ഇതാണ് പടച്ച റബ്ബ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട്
ആ ഒരു രീതിയിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ഒരു മനസ്സും മനക്കരുത്തും നിങ്ങൾ കാണിക്കുന്നുവെങ്കിൽ ഇൻഷാ അള്ളാ പാതി വഴിയിൽ ജീവിതം ഉപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ ജീവിതം ഒടുക്കേണ്ട ഒരു കാര്യം വരില്ല. ആരുമില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുണ്ടോ, സ്വന്തം മനസ്സും ശരീരവും കാത്തു സൂക്ഷിക്കൂ. ആരും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഉറച്ച വിശ്വാസം മതി. നിങ്ങളെ ആക്ഷേപിച്ചവരും കളിയാക്കിയവരും നിങ്ങളുടെ കൂടെ വരുന്നൊരു ദിവസം ഉണ്ടായിരിക്കും. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് നിങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചവൻ ഒഴിവാക്കട്ടെ. അവൻ കുറേ ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക്, വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട, നിങ്ങളുടെ ഏറ്റവും നല്ല വാല്യൂസ് ഉള്ള ജീവിതം കണ്ടിട്ട് അവൻ സങ്കടപ്പെടണം, അവർക്ക് ആ നഷ്ടബോധം തോന്നണം. അവിടേക്കെയാണ് പ്രതികാരം എന്ന് പറയുന്നത്. അതല്ലാതെ ഉടനെ നമ്മൾ ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്ക് പോകുന്നുവെങ്കിൽ നമ്മൾ വളരെ മോശമായിട്ടുള്ള ചിന്താഗതിയിൽ നടക്കുന്നവരാണ്. അത്രേ മഹത്തരമായ ജീവിതം യാതൊരു വാല്യൂ നിങ്ങൾക്ക് നൽകാത്ത അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയ ഒരു മൊയന്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കളയുന്നുവെങ്കിൽ മക്കളെ എന്താണ് ചിന്തിക്കുന്നത്? എന്ത് ചിന്തിച്ചിട്ടാണ് ഒരു മൊയന്തിന് വേണ്ടിയിട്ട് ഇത്രയും വിലപ്പെട്ട ജീവൻ നിങ്ങൾ കളയുന്നത്? സോറി, ഒരിക്കലും അങ്ങനെ ചിന്തിക്കല്ല. ആർജവത്തോട് കൂടിയിട്ട് ജീവിച്ച് കാണിക്ക്. ഒരുത്തൻ പോയാൽ അതിനേക്കാൾ 10 ഇരട്ടി വാല്യൂ ഉള്ളവൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. വാല്യൂ ഇല്ലാത്തവനെ നിങ്ങളിൽ നിന്ന് കളഞ്ഞതാ. എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും അത് വേസ്റ്റ് ആകുന്ന സമയത്ത്, മലിനമായി കഴിഞ്ഞാൽ പുറത്തേക്ക് കളയന്നെ വേണം. അല്ലാതെ ഞാൻ ഇഷ്ടപ്പെട്ട ആപ്പിളാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയാണ്, കാടയാണെന്നൊക്കെ വിചാരിച്ചിട്ട് വയറ്റിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന എന്താവുക? ആകെ നാറും, നമ്മളും നാറും, വയറും നാറും. അപ്പം എത്ര നല്ലവനാണെങ്കിലും എത്ര നല്ലോളാണെങ്കിലും രണ്ടുപേർക്കുണ്ടത്, ആണാവട്ടെ പെണ്ണാവട്ടെ, എത്ര നല്ലതാണെങ്കിലും വെടക്കായി കഴിഞ്ഞ് പിന്നെ അത് നന്നാവൂല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കടിച്ചു തൂങ്ങണ്ട, ഒഴിവാക്കിയിട്ട് ജീവിക്കടോ. നിങ്ങൾക്ക് അതിനുള്ള തൻ്റെ ഇടവും വിവരവും വിദ്യാഭ്യാസവും നേടിയെടുക്കുക. നിങ്ങളുടെ കയ്യിൽ മരുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകമായിട്ട് പറയുന്നു, ജീവിതത്തിൽ സങ്കടങ്ങളും അസ്വസ്ഥതകളും നമുക്ക് യാതൊരു രീതിയിൽ സ്ഥാനങ്ങളും നൽകാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും കടുത്ത തീരുമാനങ്ങളെടുത്ത് വിലപ്പെട്ട ജീവൻ നശിപ്പിക്കല്ല. ആ ഒരു അഴുക്ക് ചാല് നമ്മളിൽ നിന്ന് പോയതിൻ്റെ സന്തോഷത്തിൽ നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മുന്നിൽ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഒരുപാട് രാത്രി ഉറക്കമൊഴിച്ച് സ്വന്തം ശരീരത്തേക്കാൾ സ്നേഹിച്ച ഒരു ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. അവരെ ഒരു നിമിഷം ഓർക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക. അവരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ മാനസികമായി ശാരീരികമായിട്ട് നശിപ്പിച്ച ഒരാൾക്ക് പിറകെ പോവാൻ അല്ലെങ്കിൽ ജീവൻ അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവില്ല മക്കളെ. വീണ്ടും വീണ്ടും ആവർത്തനത്തോടു കൂടി തന്നെ പറയുന്നു, സ്നേഹിക്കുന്നവരെ കാണുക, നശിപ്പിക്കുന്നവരെ അല്ല ഓർക്കേണ്ടത്. സ്നേഹിക്കുന്നവരെ ഓർക്കുക, അവരെ മനസ്സിൽ കാണുക. നിങ്ങളെ നശിപ്പിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളോട് മാന്യമായിട്ട് പെരുമാറാത്തവരെ നിങ്ങൾ ഓർക്കുകയോ അവർക്ക് വേണ്ടി ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം കൊടുക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത്. ബി പോസിറ്റീവ്. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.